ഹലോ മൈ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിവൈൻ ഫെമിനിൻ ഹീലാകുമ്പോൾ മാസ്കുലിൻ എങ്ങനെയാണ് ഹീലാകുന്നത്? മിററിങ് എന്ന് പറയുന്നത് തിരിച്ച് അങ്ങോട്ടുണ്ടാവില്ല. എപ്പോഴും ഡി എമ്മിനെ നോക്കിയിട്ട് നമ്മൾ ഹീലാകാറാണല്ലോ പതിവ്. അപ്പോൾ നമ്മൾ ഹീലാകുമ്പോൾ എങ്ങനെയാണ് മിററിങ് പോലെ അവർ ഹീലാകുന്നത്? അതിൻ്റെ പിന്നിലുള്ള എനർജറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ ഹീലായപ്പോൾ ഡി എമ്മിന് വന്ന കുറച്ച് മാറ്റങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഡിവൈൻ ഫെമിനിൻ ഹീലാകുമ്പോൾ ഡിവൈൻ മാസ്കുലിന് ഹീലാകുന്നത് പ്രധാനമായിട്ടും എനർജറ്റിക് മിററിങ് മൂലമാണ്. അതായത് എനർജി ഫീൽഡിൽ ഉണ്ടാകുന്ന മിററിങ് ആണ് കാര്യമായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ട്വിൻ ഫ്ലെയിംസ് ഒരു എനർജി കണക്ഷനിൽ രണ്ടുപേരും ഒരേ സോൾ ഫ്രീക്വൻസിയാണ്, ഷെയർഡ് എനർജി ഫീൽഡാണ് പങ്കിടുന്നതെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ എനർജി ഫീൽഡിൽ എന്തൊക്കെ മാറ്റമാണ് നമ്മുടെ എനർജി കൂടുമ്പോൾ, അല്ലെങ്കിൽ എനർജി ഫീൽഡിലെ ബ്ലോക്കേജസ് ഒക്കെ ക്ലിയർ ആയിട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളും ഡി എമ്മും ഒരേ എനർജി ഫീൽഡിലാണുള്ളത് അല്ലേ? ഡി എഫ് ഒരു തരം ഫിയർ ഇഷ്യൂസ്, ഉപേക്ഷിക്കപ്പെടുമോ എന്നിട്ടുള്ള ഒരു വൂണ്ട്, അബാൻഡൻമെൻറ്റ് വൂണ്ട്, ഇൻസെക്യൂരിറ്റി എന്നിവയിലൊക്കെ നിൽക്കുമ്പം നമ്മുടെ ഫ്രീക്വൻസി നെഗറ്റീവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷെയർഡ് എനർജി ഫീൽഡിൽ നിറയുന്നതും നെഗറ്റീവ് എനർജിയാണല്ലേ. അതിനു പകരം ഡി എഫ് സെൽഫ് ലവിലേക്ക് വരികയും ഇന്നർ നോയിങ്ലി അതല്ലെങ്കിൽ ഇന്നറിൽ ഹീലാവുകയും ചെയ്യുമ്പോൾ ആ എനർജി ഫീൽഡിലുള്ള ഭാരങ്ങൾ മാറിയിട്ട് നമ്മുടെ വൈബ്രേഷൻ ഉയരുന്നു. അപ്പോൾ ഈ ഒരു ഉയർന്ന എനർജി ഫീൽഡ് പോസിറ്റീവ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് ഉയർന്ന വൈബ്രേഷൻ ഡി എമ്മിനെ അറിയാതെ തന്നെ സ്വാധീനിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു വീട്ടിൽ ഒരാൾ വളരെ സങ്കടത്തിലോ ദേഷ്യത്തിലോ ഇരുന്നാൽ, ഒരു വാക്ക് സംസാരിച്ചില്ലെങ്കിൽ പോലും ആ ഒരു മുറിയിൽ ഒരു ഭാരവും അസ്വസ്ഥതയും നമുക്കൊക്കെ അനുഭവപ്പെടാറില്ലേ? നമ്മളൊരു ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ അതിലൊരാൾ പിണങ്ങിയിരിപ്പാണെങ്കിൽ നമ്മുടെ എനർജി ഫീൽഡിലും ആ ചെറിയൊരു എനർജി നമുക്ക് അനുഭവപ്പെടാറില്ലേ? എന്നാൽ അതേ വ്യക്തി തന്നെ സന്തോഷത്തിലും വളരെ ശാന്തമായിട്ടൊക്കെ എത്തുമ്പോൾ ആ അന്തരീക്ഷം മുഴുവൻ ലൈറ്റ് ആവാറുണ്ടല്ലേ. അപ്പോൾ ഡി എഫ് എപ്പോഴും അവർ ഡി എമ്മിനെ ഉപേക്ഷിക്കുകയോ മെസ്സേജ് അയച്ചില്ലല്ലോ, വിളിച്ചില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ആങ്ഷ്യസ് സ്റ്റേറ്റിലാകുമ്പോൾ ആ ഒരു ഉത്കണ്ഠ മുഴുവൻ പിന്നെ നമ്മുടെ ഒരു എനർജി ഫീൽഡിൽ നിന്നും അറിയാതെ അവരുടെ എനർജി ഫീൽഡിലേക്ക് എക്സ്ചേഞ്ച് ആവും. ഡി എമ്മിനത് അനുഭവിക്കാൻ കഴിയും. എന്നാൽ ഡി എഫ് സ്വന്തം ലൈഫിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ സെൽഫ് കെയർ, നമ്മുടെ ഹോബീസ്, വർക്ക് ഇതൊക്കെ നല്ല സന്തോഷത്തോടു കൂടിയിട്ട് ചെയ്യുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മുടെ എനർജി ഫീൽഡ് ശാന്തമാകുന്നു. ഈ ഒരു ശാന്തത ഡി എമ്മിനും തീർച്ചയായിട്ടും ഒരു സമാധാനവും ആശ്വാസമൊക്കെ നൽകാൻ തുടങ്ങും. കാരണം നമ്മൾ എനർജറ്റിക്കലി അപ്പോൾ ഡി എമ്മിനെ ചേസ് ചെയ്യുന്നില്ല. പിന്നെ ആ രീതിയിൽ പല കാര്യങ്ങളും നമ്മളപ്പോൾ ഒഴിവാക്കും. നമ്മൾ പോലും അറിയാതെ നമ്മളെ ഫ്രീക്വൻസി ഹൈ ആവും. തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ഒരു കോഡ് കണക്റ്റ് ആയിരിക്കുന്ന ഡി എം എന്ന് പറയുന്നത് നമ്മുടെ ചക്രാസ് വഴി എനർജിക് ഫീൽഡ് വഴി കണക്റ്റ് ആയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു എനർജി ഫീൽഡിലുള്ള പോസിറ്റിവിറ്റി തീർച്ചയായിട്ടും ഡി എമ്മിനും ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരു പക്ഷേ ഡി എം അത് എക്സ്പ്രസ് ചെയ്യുകയില്ല, നിങ്ങൾക്കത് കാണാൻ സാധിക്കണമെന്നില്ല, എന്നാൽ അവിടെ ഹീലിംഗ് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ചിലർ ചോദിക്കും, ഇങ്ങനെ ഹീലായി കഴിഞ്ഞാൽ പിന്നെ ഡി എം തിരിച്ചു വരുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഗൈസ്, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഡി എം ഹീലാകുമ്പോൾ ആണ് ഡി എം റണ്ണ് ചെയ്യാതെ അവിടെ നിൽക്കുന്നത്. നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഇൻസെക്യൂരിറ്റി തോന്നാതെ ഓൺ ആൻഡ് ഓഫ് ഇല്ലാതെ നിൽക്കണമെങ്കിൽ ആദ്യം ഡി എമ്മിൻ്റെ ഫിയറും പല ഇഷ്യൂസൊക്കെ മാറണം. നമ്മളെന്തോ അവരെ ഏത് നേരം ചേസ് ചെയ്ത് അവരുടെ ആ ഒരു മെട്രിക്സിനെ കൊളാപ്സ് ചെയ്യാൻ പോവുകയാണെന്ന് ഉള്ള ആ ഒരു ഫീല് ആദ്യം ഡി എമ്മിന് ഇല്ലാതാകണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ റണ്ണർ ചേസർ ഡൈനാമിക് നിർത്തുമ്പോൾ, അതായത് നമ്മൾ ഹീൽ ചെയ്യുമ്പോഴാണ് റണ്ണർ ചേസർ ഡൈനാമിക് നിർത്തുക, ചേസിങ് ഇല്ലാതാക്കുക. ഇപ്പോൾ ഞാനൊരു ലൈഫിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വളർത്തുന്ന ഒരു പൂച്ചയുടെ പിറകെ നമ്മൾ ഓടുകയാണെന്ന് വിചാരിച്ചാൽ അതിനെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് അതിനെന്തോ ചെയ്യാൻ പോവുകയാണെന്നുള്ള രീതിയിൽ പേടിച്ച് ഓടി ഓടിക്കും അല്ലേ? എന്നാൽ നമ്മൾ ശാന്തമായിട്ടിരിക്കുകയാണ്, സ്വസ്ഥമായിട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പം അത് ചുറ്റിപ്പറ്റി അടുത്ത് വന്ന് കാലിലൊക്കെ നക്കിപ്പോകും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഏതൊരു വ്യക്തിയുടെയും അവസ്ഥ എന്നുള്ളത്. ഡി എഫ് ദിവസവും പ്രൊഫൈൽ ചെക്ക് ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക, എപ്പോഴും ഒരാളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഡി എമ്മിന് ആ എനർജിയിലൊരു ട്രിഗറിങ് വരും, സ്വാഭാവികമായിട്ടും പിൻവാങ്ങും, റണ്ണിങ് ഉണ്ടാകും.
അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ചേസിങ് നിർത്തി, അതായത് ഹീൽ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ചേസിങ് നിർത്താൻ പറ്റുക. നമ്മുടെ ഉള്ളിലുള്ള റിജക്ഷൻ ഫിയർ, അബാൻഡൻമെൻറ്റ് ഇഷ്യൂസ്, അതുപോലെ എനർജി ഫ്ലോസ് ഒക്കെ ശരിയാക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും DM-ൻ്റെ എനർജി ഫീൽഡിലും ആ ചേഞ്ചസ് വരും. അപ്പോൾ ആദ്യം വേണ്ടത് ഈ റണ്ണർ ചേസർ ഡൈനാമിക് അവസാനിക്കുക എന്നുള്ളതാണല്ലേ. അപ്പോൾ അങ്ങനെ ആ ഭാരം മാറുമ്പം DM അങ്ങനെ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇത്രയും നാളെ എൻ്റെ പുറകെ വന്നാൾ പെട്ടെന്ന് എന്നെക്കുറിച്ച് ചിന്തിക്കാത്തത്, ടെൻഷൻ ഇല്ലാത്തത്. അങ്ങനെ DM സ്വന്തം മനസ്സിനെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ട് പറയുമ്പോൾ ട്രിഗേഴ്സ് ആൻഡ് അവേക്കനിങ് കാര്യത്തിൽ എന്താണ് വരുന്നത് നോക്കാം. DF ഹീലായി മാറുമ്പോൾ DM-ന് ഇവരുടെ അഹംഭാവം, ഒരു ഈഗോ എന്നൊക്കെ പറയില്ലേ, ജോലി അല്ലെങ്കിൽ മറ്റ് ഡിസ്ട്രാക്ഷൻ എന്നിവയുടെയൊക്കെ പിറകിൽ ഒളിച്ചിരിക്കാൻ സാധിക്കാതെ വരും. കാരണം DF എനർജി വിഡ്രോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശൂന്യത DM-ന് വളരെയധികം തിരിച്ചറിവുകൾ ഉണ്ടാക്കും. ഇത് അവരുടെ സ്വന്തം ഒരു ഷാഡോയിലേക്ക് അല്ലെങ്കിൽ അടിച്ചമർത്തിയ വികാരങ്ങളിലേക്കൊക്കെ നോക്കാൻ നിർബന്ധിതരാക്കും. അതായത് താൻ എങ്ങനെയാണ് ഇത്രയും കാലം മുന്നോട്ട് പോയത് DF-ൻ്റെ എനർജി കൊണ്ടാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ DF ഒരിക്കലെങ്കിലും എനർജി പിൻവലിക്കണ്ടേ. അപ്പോൾ ഹീൽ ചെയ്യുമ്പോഴല്ലേ എനർജി പിൻവലിക്കാൻ പറ്റുകയുള്ളൂ. ഈ ഏത് അവസ്ഥയിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്, ഞാൻ ഇത്രയും കാലം പ്രാധാന്യം കൊടുത്തിരുന്ന ജോലി അതൊക്കെ എനിക്ക് യഥാർത്ഥത്തിൽ സന്തോഷം നൽകുന്നുണ്ടായിരുന്നോ? അതായത് DM-ൻ്റെ ഹാപ്പിനെസ്സിൻ്റെ സോഴ്സ് എന്താണെന്ന് തിരിച്ചറിയാനായിട്ട്, ആ എനർജി ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് DM-ന് സാധിക്കണമെങ്കിൽ DF ഹീലാവുകയും എനർജി പിൻവലിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ DM-ൻ്റെ ഉള്ളിലുള്ള പേടികളൊക്കെ പുറത്തു വരുന്നാൽ മാത്രമാണ് DM അതിനെ ഫേസ് ചെയ്യാനും ഹീലാവാനുമായിട്ട് ശ്രമിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇനി മറ്റൊന്നുള്ളത് ഒരു ഷാഡോ മിററിങ് പറയാം. അതായത് ഡെയിലി ലൈഫിൽ നമ്മൾ ഒരാളോട് വ്യക്തമായിട്ട് ദേഷ്യപ്പെടാതെ എന്നാൽ ഉറച്ച നിലപാടോടുകൂടി ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് സംസാരിക്കുമ്പം അപമര്യാദയായിട്ട് പെരുമാറുന്ന ആളുകൾ പോലും പെട്ടെന്ന് തങ്ങളുടെ പെരുമാറ്റം തിരുത്താൻ നിർബന്ധിതരാകും. നിങ്ങൾക്കത് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ DF പണ്ടൊക്കെ എന്തായിരിക്കും, DM എപ്പോൾ വേണമെങ്കിലും വരികയും പോവുകയും ചെയ്യുമ്പോൾ സ്വീകരിച്ചിരുന്ന ആ ഒരു ലവ് കൊടുക്കുന്ന ആ ഒരു സംഭവം അല്ലേ, എപ്പോൾ വന്നാലും എപ്പോൾ പോയാലും നമുക്ക് ആവശ്യമുണ്ട്, കുഴപ്പമില്ല, ആ വരുന്ന സമയത്ത് സ്നേഹം കിട്ടണം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു അബാൻഡൻമെൻറ്റ് ഇഷ്യൂ ഉള്ള DF ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ഹീൽ ചെയ്യുമ്പം സ്വന്തം ആത്മാഭിമാനത്തിന് വില കൊടുത്തു തുടങ്ങുമ്പം DM-ന് മനസ്സിലാകും ഈ റിലേഷനിൽ നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിൽക്കേണ്ടി വരും. ഓൺ ആൻഡ് ഓഫ് പോലെ വരിക, എപ്പോൾ വേണമെങ്കിൽ വരാം, എപ്പോൾ വേണമെങ്കിൽ പോവുക, ആ രീതിയിൽ ഇവർ നിന്ന് തരുന്നില്ല എന്നുള്ളത് DM-ന് മനസ്സിലാകും. വ്യക്തമായിട്ടുള്ള ബൗണ്ടറികൾ വെക്കുകയും അൺകണ്ടീഷണൽ ആയിട്ട് എന്നാൽ സെൽഫ് റെസ്പെക്റ്റ് കളയാതെയും നിൽക്കുന്നത് കാണുമ്പോൾ DM-ന് അവരുടെ ഒരു പഴയ അടിയുറച്ച പാറ്റേണുകൾ ഉണ്ടാവും. ഈഗോ, ടോക്സിക് ഹാബിറ്റ്, ഇതൊക്കെ മാറ്റേണ്ടതുണ്ട്. എന്നാലേ DF-ൻ്റെ കൂടെ നിൽക്കാൻ കഴിയുള്ളൂ. ഈ എനർജി ഇല്ലാതെ വിട്ട് തനിക്ക് പറ്റുകയില്ല എന്നൊക്കെയുള്ള ഒരു ഇത് മനസ്സിലായിട്ട് വരും. അതായത് ഇപ്പോൾ DM-ന് മറ്റാരാണെങ്കിലും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ ഒരു DF-ൻ്റെ അടുത്ത് DF-ൻ്റെ എനർജി കിട്ടാതെ നിൽക്കുമ്പം DM-ൻ്റെ ഡെയിലി ലൈഫിലെ പല കാര്യങ്ങളും ഈ എനർജി ഇല്ലായ്മ പോലും കൊളാപ്സ് ആവാൻ തുടങ്ങും. അപ്പോൾ DM എന്തായാലും ഈ എനർജി ഇതിൻ്റെ സോഴ്സ് DF ആണെന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ആ സമയത്ത് കൃത്യമായിട്ട് DF ഹീലാവുകയും കറക്റ്റായിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യുകയും സെൽഫ് റെസ്പെക്റ്റോടുകൂടി ഇരിക്കുകയും ചെയ്യുമ്പം DM-നാണെങ്കിൽ ഈ ഒരു എനർജി കണക്ഷൻ നിലനിൽക്കുന്നത് കാരണം പെട്ടെന്ന് അങ്ങോട്ട് വിട്ടു പോകാനും സാധിക്കുകയില്ല. എന്നാൽ DF-ൻ്റെ എനർജി ലഭിക്കണമെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട്, മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് നിലനിൽക്കണമെന്ന് DM മനസ്സിലാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞാൽ എനർജി ഇല്ലാതെ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അപ്പോൾ എനർജിക്ക് വേണ്ടിയിട്ട് DF-ൻ്റെ അടുത്ത് വരുമ്പം DF അത് കൊടുക്കുന്നുമില്ല. അങ്ങനെ സ്വന്തം എനർജിയിൽ നിൽക്കാൻ പ്രേരിതരാവുകയാണ്, ഫോഴ്സ്ഫുള്ളി പ്രേരിതരാവുകയാണ് DM ചെയ്യുന്നത്. അങ്ങനെയാണ് സ്വന്തമായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സെൽഫ് ലവിലേക്കും മെഡിറ്റേഷനുകളിലേക്കോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഹീലിങ്ങുകളിലേക്കൊക്കെ DM പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി എൻ്റെ ഒരു ഹീലിംഗ് ജേണിക്ക് ശേഷം സംഭവിച്ച ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ അബാൻഡൻമെൻറ്റ് ഇഷ്യൂവിനെ ഹീൽ ചെയ്ത് പിന്നെ സെൽഫ് റെസ്പെക്റ്റിലിരിക്കുന്ന ഒരു സമയത്ത് DM കോണ്ടാക്ട് ചെയ്തിരുന്നു. പണ്ടാണെങ്കിൽ DM-ന് എൻ്റെ അടുത്ത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ സ്ലീവ്, ഞാനൊരു 3 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് സ്ലീവുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പം ഫുൾ സ്ലീവുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടും പിന്നെ
ഹെയർ സ്റ്റൈലിൻ്റെ കാര്യത്തിലും ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ DM ചില കണ്ടീഷൻസ് വെക്കാറുണ്ടായിരുന്നു. അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ആദ്യകാലങ്ങളിലൊക്കെ. പിന്നീടും ഞാൻ ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ ആദ്യം ഞാനത് അനുസരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഉള്ളിൽ അബാൻഡൻമെൻറ്റ് വൂണ്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞാൽ കേട്ടിട്ടില്ലെങ്കിൽ DM എന്നെ ഉപേക്ഷിച്ചു പോവോ, പിന്നെ എനിക്ക് സങ്കടമാവില്ലേ, ഇത്രയും സ്നേഹം എനിക്ക് വേറെ ആര് തരാനോ, അങ്ങനെയൊക്കെയുള്ള ചിന്ത കാരണം DM എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഹീല് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളെ വ്യക്തിത്വത്തിൽ തന്നെ ഇരിക്കുക, നമ്മൾ ആരാണോ അതിൽ തന്നെ ഇരിക്കുക. ആ ഒരു അവസ്ഥയിൽ എന്നെ സ്നേഹിക്കാൻ പറ്റുന്നവർ നിന്നാൽ മതി, അല്ലാത്തവർക്ക് വേണമെങ്കിൽ പോകാം. കാരണം എനിക്ക് എൻ്റെ കാലിൽ നിൽക്കാൻ അറിയാം. ഇമോഷണലി എല്ലാ രീതിയിലും ഒക്കെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ നമ്മുടെ ഒരു ആത്മാഭിമാനം അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം ഒരു ട്രൂ സെൽഫിനെ പണയപ്പെടുത്തിക്കൊണ്ട് ഒരാളെ നമ്മുടെ കൂടെ നിർത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ട് എനിക്കിത് പറ്റില്ല, ഇതാണ് ഞാനെന്ന് പറയാനുള്ളത് നമുക്ക് സാധിക്കും. എനിക്കും അങ്ങനെ സാധിച്ചു. അപ്പം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കയ്യിലുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെയാണ്, എനിക്കിത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല, എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈൽ ഇതാണ്, എനിക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞപ്പം ആദ്യം DM ആകെ ഞെട്ടിപ്പോയി. പിന്നെ ഇതിൻ്റെ പേരിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയിട്ട് കാര്യമില്ല, തിരിച്ച് വരേണ്ടി വരും എന്നുള്ളത് DMന് അറിയായിരുന്നു. ആ എനർജി ഇല്ലാതെ പറ്റില്ല എന്നുള്ളത് DM തിരിച്ചറിഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ ആ സെൽഫ് റെസ്പെക്റ്റിൽ ഉറച്ച നിലപാടിൽ നിന്നപ്പോൾ DM സ്വാഭാവികമായിട്ടും ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഈ ചെറിയ കാര്യങ്ങളുടെ പേരിലൊന്നും ഇഷ്യൂ ഉണ്ടാക്കുന്നില്ല, എനിക്ക് മനസ്സിലായി, സ്വന്തം വ്യക്തിത്വം കീപ്പ് ചെയ്യാനായിട്ട് ഏതൊരു വ്യക്തിക്കും ആഗ്രഹങ്ങൾ ഉണ്ടാകും എന്നുള്ളത്, ഒരു സ്ത്രീയോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള പല കാര്യങ്ങളും, അതായത് നമ്മൾ സൊസൈറ്റി കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് പണ്ട് തൊട്ടേ ഒരു പുരുഷൻ പറയുന്നത് ഒരു സ്ത്രീ അനുസരിക്കണം എന്നുള്ള തൻ്റേതായിട്ടുള്ള ഇണയെ താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടത്തണം എന്നുള്ള ഒരു കൺട്രോളിങ് ഇഷ്യൂ ഉണ്ടാകും അല്ലേ. അത് സമൂഹത്തിൻ്റെ ഒരു കണ്ടീഷനിങ് കൂടിയാണ്. അപ്പം ആ കണ്ടീഷനിങ് ആണ് അവിടെ ഇല്ലാതായത്. അതുപോലെ തന്നെ ഞാൻ മിററിങ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ എന്നെ കൺട്രോൾ ചെയ്തു, എൻ്റെ ഇഷ്ടങ്ങളെയും എൻ്റെ ട്രൂ സെൽഫിനെയൊക്കെ കൺട്രോൾ ചെയ്തു മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ സ്നേഹത്തിന് എനർജിക്ക് വേണ്ടിയിട്ട് ഞാൻ അതിനെ കൺട്രോൾ ചെയ്തപ്പോഴാണ് തിരിച്ചെനിക്കും ഒരു കൺട്രോളിങ് എന്നുള്ള ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഞാൻ എന്നെ കൺട്രോൾ ചെയ്യുന്നത് നിർത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരാളെ എന്നെ കൺട്രോൾ ചെയ്യുന്നതും നിർത്തി എന്നുള്ളതാണ് ഇവിടെ എനിക്ക് മനസ്സിലായത്. നമ്മളെ ട്രൂ സെൽഫിൽ ഇരിക്കുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ, യഥാർത്ഥത്തിൽ നിൽക്കാൻ കഴിയുന്നവർ നമ്മുടെ കൂടെ നിന്നോട്ടെ എന്ന് വിചാരിക്കുമ്പം DM ആണെങ്കിലും നമ്മുടെ എനർജി ഫീൽഡും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്കും ഹീലിംഗ് നടക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റിയ ഒരു കുഞ്ഞ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. വേറെയും പല തരത്തിലുള്ള ഹീലിങ്ങുകളും DMന് ലൈഫിൽ സംഭവിക്കും. നമ്മൾ ഹീലാകുമ്പം അതൊരു പക്ഷേ നമ്മൾ പോലും അറിയുകയുണ്ടാവില്ല എന്നുള്ളതാണ്. ഡിയേഴ്സ്, അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ സമയം എടുക്കും. നിങ്ങൾ ഇന്നിപ്പോൾ ഒരു ഹീലിംഗ് ജേണിയിലേക്ക് എൻ്റർ ചെയ്തു, വിത്തിൻ 1 വീക്ക് DMനൊരു ഹീലിംഗ് ഉണ്ടാവണം, അങ്ങനെയൊന്നുമില്ല. ഹീലിംഗ് തുടങ്ങിയാൽ തന്നെ അത് എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. അപ്പോൾ എല്ലാം ക്ഷമയോടെ കാത്തിരിക്കുക. ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഗൈഡഡ് ഹീലിംഗ് ജേണി എൻ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഒരു ടിൻ ഫ്ലെയിം ഹീലിംഗ് സെഷനുകളിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് വീഡിയോയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. താങ്ക് യു.